എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ഡൽഹൌസിയിലാണ്. ഇന്ന് നമ്മൾ ഡൽഹൌസിയിലെ ദേഗുണ്ട് പീക്കിലാണ് ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ പിള്ളേർ 3 പേരാണ് ട്രക്കിങ്ങിന് പോകുന്നത്. അമ്മയൊക്കെ ഡൽഹൌസിൽ ഇറങ്ങാൻ പോവാണ്. അപ്പം 3 പേരും കൂടെ പോയിട്ട് വന്നോ. ഞങ്ങളിവിടെ എല്ലാം ഒന്ന് കറങ്ങാം. വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് വന്നേക്കണം ഇങ്ങോട്ട്, കേട്ടല്ലോ. അതെ, കരുതുന്നു. ഉച്ചയായി അതിന് നല്ല തണുപ്പാണ്. ജാക്കറ്റൊക്കെ ഇട്ടോണം എപ്പോഴും, കേട്ടല്ലോ. എല്ലാം കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. പോയിട്ടോ. ഓക്കെ, ബൈ. ബൈ. പുത്തേഡ് ഫാമിലി വ്ലോഗിന്റെ ട്രക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹൌസിയുടെ അടുത്തുള്ള ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ദേഗുണ്ട് പീക്ക്. അവിടെയാണ് നമ്മളിന്ന് ട്രക്കിങ്ങിന് പോകുന്നത്. വലിയ ട്രക്കിംഗ് ഒന്നുമല്ല, ഒരു 2-3 കിലോമീറ്ററേ കാണുള്ളൂ. പിന്നെ കയറാനും വലിയ പാടില്ലാത്ത ട്രക്കിങ്ങാണ്. ഈ കാജിറ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഡൽഹൌസിൽ നിന്ന് നമ്മൾ ദേഗുണ്ട് പീക്കിലും പോകുന്നത്. അത് കഴിഞ്ഞാൽ എനിക്കൊന്ന് കാജിറയ്ക്ക് ഇപ്പുറത്തുനിന്ന് കുറച്ച് ദൂരത്തുനിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകും. അങ്ങ് മഞ്ഞുമലയിലൊക്കെ മഞ്ഞുണ്ട്. ഇങ്ങോട്ടൊന്നും മഞ്ഞായിട്ടില്ലല്ലേ? ഇങ്ങോട്ടൊന്നും ആയിട്ടില്ല. ഇവിടെ ഈ 2 സൈഡിലും മരം നിൽക്കുന്നോണ്ട് നല്ല രസമാണ്. ഈ മല മൊത്തം ഇതുപോലെ മരവാ. എല്ലാം മല. അതെ, നമ്മൾ താഴെ നിന്നപ്പോൾ കണ്ട വഴി കൂടെ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങ് മണ്ടല്ല നമ്മളിപ്പം. ഇതിപ്പോ ഉണ്ടല്ലോ, ഇതിന് ഈ മലയുടെ മേളിലായിരിക്കുമോ ഇനി ദേഗുണ്ട് പീക്ക്? ആയിരിക്കും ആണെന്ന് തോന്നുന്നു. ഇത് കാലാട്ടോപ്പ് വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ആണോ? അവിടെ പോടണ്ടേ. ഇത് ദേഗുണ്ട് ഇവിടുന്ന് റൈറ്റ് അല്ലേ? അതെ, ദേഗുണ്ട് റൈറ്റ് 5 കിലോമീറ്റർ, കാലാട്ടോപ്പ് റൈറ്റ്, കാജിയാറിലേക്ക് എല്ലാം റൈറ്റ്. പൊഹ്ലാനി മാതാ ടെമ്പിൾ, പിന്നെ ദേഗുണ്ട് പീക്ക് നേരെ. ഇത് ചെമ്പ വൈൽഡ് ലൈഫാണ് ഈ ഏരിയയിൽ. എനിക്കൊന്ന് ദേഗുണ്ട് പീക്കിന്റെ ടോപ്പിലേ ഒരു അമ്പലമുണ്ട്, അതാന്ന് തോന്നുന്നു ആ ടെമ്പിള്. ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു ഗുൽമർഗ് വൈബ് അടിക്കുന്നില്ലേ? ഉണ്ട്, എനിക്കും തോന്നി. ആ ഒരു വൈബുണ്ട്. മരവും അല്ലേ? മരവും റോഡും എല്ലാം ഒരു വൈബുണ്ട്. ഈ വഴികളൊക്കെ പണിതത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാ ബ്രോ. നല്ല തണുപ്പുണ്ട്. അതെ, നല്ല തണുപ്പുണ്ട്. അയ്യോ, നമുക്ക് അവിടെ താഴെ ഒരു ചെറിയ മന്ദിരമുണ്ട്, അവിടെ പോയി നോക്കിയിട്ട് വരാം. ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി ചുറ്റിപ്പോൾ എങ്ങനെ തിരിച്ചു കയറി വരും? ഈ മലയിൽ കൂടെ എല്ലാം വഴിയുണ്ട്. കേറിപ്പോ നമ്മൾ നിർത്തിയ ഫ്രണ്ടിലൊക്കെ വഴിയുണ്ട്. ഇപ്പൊ തൽക്കാലം ഇവിടെ പോയിട്ട് വരാം. ബാ, തെന്നി വീണേക്കൊന്നും ചെയ്യരുത്, നിലത്ത് നോക്കി നടന്നോണം. ഇപ്പൊ പോയാന് അത് പറഞ്ഞു. ഇവിടുന്ന് താഴത്തെ വഴിയിലോട്ട് നടന്നിറങ്ങാം. വേണം നമുക്ക് ട്രക്ക് ചെയ്ത്. എവിടെ? ഇവിടെ വന്നാൽ അങ്ങോട്ട് അങ്ങ് പോവാം. ഇങ്ങനെ നടക്കുന്നിടത്തെല്ലാം ഉണ്ടല്ലോ നമ്മളിങ്ങനെ പുല്ല് കല്ലേല് ഇങ്ങനത്തെ ചരലേലേ പോയി തട്ടല്ലേ, എല്ലാവരുടെ അടുത്ത് പോയി തട്ടും. ഈ ദേഗുണ്ട് പീക്കിനുണ്ടല്ലോ വിച്ച് ലേക്കോ വിച്ച് പോണ്ടോ അങ്ങനെ കണ്ടോ? കാരണം ദേ എന്ന് പറഞ്ഞാ വിച്ച് എന്നാണ് അർത്ഥം. കുണ്ടെന്ന് പറഞ്ഞാൽ പോണ്ടോ ലേക്കോ. അതെ, ഈ ട്രീസിന് മൊത്തം വിച്ച് ലുക്ക് ഉണ്ട്. അതെ, വെള്ളോട്ട് നോക്കി. അതെ, ഇത് മണ്ടം നടന്നപ്പോ ഞാൻ ചോദിച്ചാൽ അതൊക്കെ ഉണങ്ങി നിൽക്കുന്നത്. അത് ഉണങ്ങി നിന്നത് നല്ലതുണ്ടോ? ഇതിലൊക്കെ പൂവുണ്ട്. നല്ല ഭംഗിയല്ലേ? വെള്ളപ്പൂ, വെള്ളം കുഞ്ഞ് റോഷേഡ് പോലെ പിങ്ക് പിങ്ക്. ഇത് ചെറിയ ശിവമന്ദിരം തോന്നുന്നു, ശിവലിംഗം ഒക്കെ ഉണ്ട്. എന്ത് പീസ്ഫുൾ അല്ലേ ഏരിയ? അതെ. എന്നിട്ട് ഇവിടെ വന്നാൽ താഴെയുള്ള വഴിയാണ്. കാണുന്നൊക്കെ നമ്മൾ വന്ന വഴിയാ. ഇതൊക്കെ സമ്മർ ടൈമിൽ വെള്ളം വരുന്നതാന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല വഴി. ഇവിടുന്ന് തിരക്കാ, മൊത്തം ടൂറിസ്റ്റുകളാണ്. നേരെയാ അവിടെ വരെ വണ്ടി എടുക്കാം കേട്ടോ. അയ്യോ, നമ്മൾ എവിടെ ഇട്ടും വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകേണ്ട വരുമോ? ഈ വഴിയാണ് നമുക്ക് കയറിപ്പോണ്ടത്. പക്ഷെ ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല. വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി. അതെ, അവിടെ വരെ പോണം. അതെ, അങ്ങ് വരെ നടന്നു പോണം. വേഗം പോലെ തണുപ്പുണ്ട്. ഇന്ന് നടന്നു കയറി ഇറങ്ങുമ്പോൾ ഒരു നേരം ആകും. ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ തണുപ്പ് കാരണം നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഉച്ചക്കത്തെ വ്യൂ കണ്ടിട്ട് പോവാം. അതെ, ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? എന്ത് രസമല്ലേ? ആ മലയുടെ മുകളിൽ മാത്രമേ കുറച്ച് മഞ്ഞുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ തണുപ്പ് സമയമാകുമ്പോഴത്തേക്ക് ആ മല മൊത്തം മഞ്ഞായിരിക്കും തോന്നുന്നു. ഇവിടെയൊക്കെ മഞ്ഞ് പെയ്യുന്നതാ കേട്ടോ. ഇവിടെ എല്ലാം മഞ്ഞ് പെയ്യുന്നതാ. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചമുണ്ട്. അതെ, ആകാശമൊക്കെ നല്ല കുഞ്ഞിക്കിളിക്ക് ഫേസിന് നല്ല ഗ്ലോ ആണ്. സൂര്യൻ അടിച്ചിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതെ, അപ്പോൾ ഇവിടെ കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ തൊണ്ടാണ്. ഞങ്ങൾ വെള്ളമൊന്നും എടുത്തില്ല. അതെ, ഇവിടെ കട പേടിക്കേനി തോന്നുന്നില്ല. നിങ്ങളിങ്ങനെ നിൽക്കാതെ.
ഇത് കുറച്ച് പേര് ഇവിടുന്ന് ഡയറക്റ്റ് മേളിലോട്ട് കയറി പോകുന്നുണ്ട്. നമുക്ക് ഇതുവഴി തന്നെ കയറി പോവാം അല്ലേ? ഇതുവഴി എൻട്രൻസ് വഴി തന്നെ കയറി പോവാം. പതുക്കെ അങ്ങ് പോവാം. ഇത് ഇന്നലെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നടന്നങ്ങ് പോവാം. പതുക്കെ നടന്നാൽ കുറെ ടൈം എടുക്കും കേട്ടോ. അവിടെ നമുക്ക് പതുക്കെ നടക്കും. ഇപ്പൊ കുറച്ച് വേണം. ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം സ്പീഡിൽ ഓടിച്ചാടി പോവാതിരിക്കുക. ഡൽഹൌസിയിൽ വന്നിട്ട് ഇത്രയും ടൂറിസ്റ്റുകളും ക്രൗഡും കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടൊക്കെ അത്യാവശ്യം തിരക്കുള്ളടാ. ഈ ഇവിടുന്ന് അപ്പുറത്തോടെ ഇവിടുത്തെ മെയിൻ സ്പോട്ടുകളൊക്കെ ഈ പക്ഷികളൊക്കെ പറഞ്ഞു പോകുന്നു. വാവ്, നല്ല സ്ഥലേ. ഓക്കെ, വാവൽ പോലെ ഇരിക്കുന്നു. എടി പക്ഷിയൊന്നും ഇല്ലേ? എന്തോ കുഞ്ഞി പക്ഷിയെ, ബട്ടർഫ്ലൈ ഒന്നുമല്ല, എന്തോ ചെറിയ പക്ഷി. ഈ നിൽക്കുന്നൊക്കെ പൂക്കളാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തോ ഉണങ്ങി നിൽക്കുന്നതാണ്, പക്ഷെ എല്ലാം പൂക്കളാണ്. എന്ത് പറ്റി കുഞ്ഞിക്കിളി? പതുക്കെ നടന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. തൊണ്ട ഉണങ്ങും പെട്ടെന്ന്. ആകാശം കണ്ട എന്ത് ക്ലിയറാന്ന് നോക്കി. നല്ല പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്ന ആകാശം. അപ്പോൾ നമ്മളിത് എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പം സ്റ്റെപ്പ് കയറി വേണം പോവാൻ. ദേവനു കൊള്ളാല്ലേ? യെസ്, നല്ല പട്ടികൾ. ഇതെൻ്റെ ഫേവറേറ്റ് പട്ടി. ബ്ലാക്കാണ്, ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് ഞാൻ കുറേ ലഡാക്കി പോയപ്പോൾ തൊപ്പി കിട്ടിയില്ല. വെള്ളം വേണോ? വേണ്ട, അങ്ങോട്ട് കയറുമ്പോൾ മതി. ഇപ്പോൾ ഇത് ഇതുവഴിയാണ് പൊൽഹാനി മാതാ ടെമ്പിളിലോട്ടും ദേവ്കുണ്ടിലോട്ടും പോകുന്നത്. വാ. സ്റ്റിക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. വേണം? അതെ, നമുക്ക് വേണം. വേണ്ട വേണ്ട, പതുക്കെ പോവാം. റെന്റ് എങ്ങനെയാന്ന് ചോദിച്ചടി? 20 രൂപ. 20 രൂപ ഉള്ളൂ. വേണോ? വേണോ? ക്യാഷ് ഉണ്ടോ? ഇല്ല, എൻ്റെ ക്യാഷ് ആയിട്ടില്ല. വേണ്ടല്ലോ, നമ്മള് നടക്കുകയല്ലേ. നടക്കാം. ഇടയ്ക്ക് വിശ്രമിച്ചൊക്കെ പോയാൽ മതി. അതൊക്കെ ആ നിൽക്കുന്ന ചേച്ചിയും ചേട്ടനും മലയാളീസ്, അവര് കോഴിക്കോടുകാരാ. ആ ചേച്ചി നമ്മളെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് സംസാരിച്ചായിരുന്നു. അവര് കേറിയിട്ട് തിരിച്ചു പോവാ. നല്ലതാന്ന് പറഞ്ഞ. ചേച്ചി പറഞ്ഞ മേലിൽ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതെ, പക്ഷെ ടോപ്പിൽ പോകണം, ഏറ്റവും ടോപ്പില്. ഇവിടെ ഡൂസ് ആൻഡ് ഡോൺസ് ഇതൊക്കെ മിണ്ടാണ്ട് പോവുക, വന്യജീവികളൊന്നും ഉപദ്രവിക്കാതിരിക്കുക, ക്ലീൻ ആക്കുക, അതൊക്കെ തന്നെ. ഗ്രൂപ്പിൽ പോവാ, തന്നെ പോകാണ്ടിരിക്കുക. അതെ, ഇവിടെ ഡ്രോൺസ് ഒന്നും അലൗഡ് ഇല്ല കേട്ടോ. ഡ്രോണൊന്നും അലൗഡ് ഇല്ല. ആനിമൽസിന് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല, മ്യൂസിക് ഒന്നും വെക്കാൻ പറ്റില്ല. ഞങ്ങൾ ഡ്രോണും കൊണ്ട് വന്നായിരുന്നു. അതെ, പക്ഷെ ഞങ്ങൾ വണ്ടി വെച്ചു. ഞങ്ങൾക്ക് നേരത്തെ ഒരു ഇത് തോന്നി, അവിടെ വഴിയിലൊക്കെ ആർമിയുടെ ഇതുള്ളതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡ്രോൺ എടുക്കരുതെന്ന്. ഇതൊക്കെ എന്തോ ഇവിടുത്തെ സ്പൈസസും എണ്ണയൊക്കെ. അത്യാവശ്യം കുറച്ച് കയറിപ്പോകാനുണ്ട്. 1-2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുക. അവിടെ ചാടി പോകുന്നുണ്ട്. ഞങ്ങൾ പതുക്കേ ഉള്ളൂ. ഈ ഉണങ്ങി നിൽക്കുന്ന ചെടിയെല്ലാം നമ്മൾ ഇത്തിരി മുമ്പ് കണ്ട പോലത്തെ ചെടി. ഇതിലെല്ലാം മുട്ടുണ്ട്, കണ്ടോ? കുഞ്ഞു മുട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ പൂവില്ലേ, ഇതുണ്ടോ? ആ പൂവായിരുന്നു മൊത്തം. നല്ല രസമായിരിക്കും ഇതെല്ലാം കൂടെ വിരിഞ്ഞ് കഴിയുമ്പോൾ. അതെ, വിരിയാൻ തുടങ്ങുന്നുള്ളൂ അല്ലേ? വിരിയാൻ തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങോട്ടെല്ലാം ഉണ്ട്, കണ്ടോ? മൂക്ക് കവർ ചെയ്യുന്ന പോലെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു. കാറ്റടിച്ചിട്ട് മൂക്ക് മരിച്ചു. മൂക്ക് മരിച്ച്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഇല്ല കുഞ്ഞിക്കളി, ഇടയ്ക്ക് പതുക്കെ നിന്ന് പോയാൽ മതി. നമ്മളത് അങ്ങ് മേളിൽ വരെ കാരണം അങ്ങ് ആ താഴെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. മഞ്ഞുമല. മഞ്ഞുമല. ഞാൻ ഓർത്ത് എന്നാ കുഞ്ഞിക്കിളി ഇതേ പോയി ഇരുന്നു. ഇവിടെ നല്ല വ്യൂ ആ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളക്കുപ്പിക്കാരും മാഗിയും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് ഫുഡ്സ് ഒക്കെ കിട്ടും. അതെ, ചെറിയ ചോക്ലേറ്റ്സും നൂഡിൽസും ഒക്കെ കിട്ടും. നമുക്ക് പോയിട്ട് വന്നിട്ട് കഴിക്കാമല്ലോ. ഇപ്പൊ കഴിച്ചിട്ടില്ലെങ്കിൽ വന്നത് കഴിച്ചിട്ട് അല്ല, വന്നിട്ട് തിരിച്ചു വരുമ്പോൾ മാഗി കഴിക്കാം. മാഗി മോമോസൊക്കെ ഉണ്ട്. അതല്ല ഇവിടുത്തെ മെഡിസിൻസാണ്. കാട്ടിലെ എന്തോ കുറേ മെഡിസിൻസും പിന്നെ എന്തോ ഓയിലൊക്കെ ഉണ്ട്. ആകാശം കണ്ടോ? ആ മലയുടെ അവിടെ ലൈറ്റ് കളറും പൊക്കത്തോട് ഡാർക്ക് ബ്ലൂ. എന്ത് ഭംഗിയാ! ഈ പെയിൻറ്റിങ് പോലെ ഉണ്ട് ഭയങ്കരമായിട്ട്. കണ്ടോ ആ മലയും ഇതുമെല്ലാം. ജയ്മ പൊഹലാണി ഇതെന്താ ഇരിക്കുന്ന നോക്കി 1300 മീറ്റർ ദൂരം. ഹൈറ്റ് അല്ലല്ലോ, ഹൈറ്റ് ആയിരിക്കണം. ദൂരല്ലേ? ദൂരല്ലേ? ആയിരിക്കണം.
ഞങ്ങൾ ഡൽഹൗസിൽ നിന്ന് ആദ്യം തീരുമാനിച്ചപ്പം ഇത്രയും ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഡൽഹൗസിൽ നിന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ പരുവത്തിന് വന്നിരുന്നാണോ? അല്ല, കഴിക്കല്ലോ. വിശക്കുന്നുണ്ടോ? അവൾക്ക് വിശക്കുന്നുണ്ട്. ആണോ? ഇല്ലേ, പതുക്കെ കയറിയാൽ മതി, വെറുതെ ഒന്നുമില്ലല്ലോ. വെറുതെ ഒന്നുമില്ല. വൈകുന്നേരത്തേക്ക് എന്നാൽ മതി. സമയമുണ്ട്. ഇനി വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സൺസെറ്റ് കണ്ടിട്ട് പോകാം. അതും നല്ലതായിട്ട്. പക്ഷെ തണുപ്പാ അറിയില്ലാത്ത. ഇല്ലേ, അപ്പോഴത്തേക്ക് ഇപ്പോൾ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ വെയിലായതുകൊണ്ട് വലിയ തോന്നുന്നില്ല, തണുപ്പില്ല. വേണേ സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് പോവാം. അതെ, ഒരു മാഗി കഴിക്കാം. ചെന്ന 2 മാഗി പറഞ്ഞോ. ഗോ പ്ലെയിൻ മാഗി. ഗോ പ്ലെയിൻ മാഗി. എന്താ തിരിച്ചറിഞ്ഞെന്ന് നമുക്ക് മനസ്സിലായില്ല. വേറെന്താ ബെഡ്ന്ന് പറഞ്ഞത്? എന്താ കൊച്ച് അല്ലേ? കൊച്ചല്ല, ഇരിക്കാൻ പറഞ്ഞതാ. ഓ വൈട്ടോ? അത് വേട്ടോന്നല്ലേ പറഞ്ഞേ? അത് വേട്ട. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ കിടിലം വ്യൂ. നേരെ ഒക്കെ നോക്കിയിരുന്നാൽ മതി. നല്ല സ്ഥലമാണ് ഇരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച്. വരച്ച് വെച്ചേക്കുന്നുണ്ടല്ലേ? ഭയങ്കരമായിട്ട് പെയിൻറ്റിങ് വൈബാ. ഞാൻ ഇന്നലെ നമ്മൾ ആ മാർക്കറ്റിൽ പോയിട്ട് മറ്റേ ഇത് മേടിച്ചില്ലേ, നെയിം എഴുതി. അപ്പം ഞാൻ ഇരിക്കുന്നു, ഇവരെവിടെ ഇത്രയും സീനിക്കായിട്ടുള്ള, ചിലതൊക്കെ ഭയങ്കര സീനിക്കായിട്ടുള്ള പെയിൻറ്റിങ്സാണ്. ഒന്ന് ചെയ്യേണ്ടി, ഇവിടെ ഏതെങ്കിലും മലകളിൽ കയറിയാൽ മതി, നല്ല രസമാണ്. നമ്മുടെ മാഗിയൊക്കെ റെഡിയായി. എനിക്കിങ്ങനെ മാഗി ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കുറെ വെള്ളം കൂടിപ്പോവും. കുഞ്ഞിലെ വീട്ടിൽ ഒരു കട്ട നൂഡിൽസ് വിടും, 1 കപ്പ് വെള്ളം ഒഴിക്കും. എങ്ങനെയുണ്ട് കുഞ്ഞിക്ലി നൂഡിൽസ് കഴിച്ചിട്ട്? നല്ലതാ. തണുപ്പത്തിൽ നിന്ന് കഴിക്കാൻ നല്ല സുഖല്ലേ? എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫീൽ ചെയ്ത്. ഇങ്ങോട്ട് വരുമ്പോൾ കഴിവതും ക്യാഷ് കൊണ്ടുവരാ. ബിക്കോസ് ജീപ്പേ ഒന്നും ഇല്ല ഇവിടെ. താഴെ വരെ ജീപ്പേ ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് തന്നെ വേണം. പൊന്നു ഫണ്ടൊക്കെ കൊടുത്ത് ഡീൽ ചെയ്തു. ഇങ്ങനത്തെ യാത്ര ഒന്നും ഇന്ന് തീരെയല്ല കേട്ടോ. നമ്മൾ പതുക്കെ റിലാക്സ് ചെയ്ത് പോകും. സമയം എന്തായി? 2:15. നമ്മളെപ്പോ വന്നതാ? 2 മണിക്ക് നമ്മൾ അവിടെ വന്നിരുന്നു. 15 മിനിറ്റ് ഇരുന്നു കറക്റ്റാ. അത്രേ ഉള്ളൂ? അത്രേ ഇരുന്നുള്ളൂ. കുറേ നേരം ഇരുന്നോലെ തോന്നാം. ദേ ആ പുറകിൽ പോകുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മുടെ കൂടെ വന്നവരാ. അവര് പോയിട്ട് തിരിച്ചിറങ്ങി വന്നു. നമ്മൾ ഇടയ്ക്കൊരു നൂഡിൽസ് ബ്രേക്ക് എടുത്തതല്ലേ? അതെ, പക്ഷെ അവർ സ്പീഡിലാട്ടോ പോയത്. അവരധികം റെസ്റ്റ് ഒന്നുമില്ല, സ്പീഡിൽ പോയിരുന്നു. നടന്ന് ഇവിടെ വന്നിപ്പോട്ട് അടുത്ത വന്നിക്ലി സിമ്പിൾ പോട്ടെ. ആ മല കയറി വന്ന് ഇവിടെ കുറച്ച് പ്ലെയിൻ ഏരിയ ഉണ്ട്. ഇവിടെ ഇതുണ്ട്, നല്ല രസമുണ്ട് നടക്കാൻ. ഇതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ നിരപ്പായിരുന്നെങ്കിൽ അതെ ആഗ്രഹിക്കുന്നു, വളരെ ആത്മാർത്ഥമായി. കയറ്റം കയറുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് കിതയ്ക്കുന്നതൊക്കെ. അത് എന്നൊരു ഒന്ന് കാറ്റുള്ളതുകൊണ്ടാണ്. ഇല്ലേ നമുക്ക് നടക്കാൻ അത്ര പാടില്ല. തണുത്ത് കാറ്റടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൈയൊക്കെ മരയ്ക്കുന്നു, മൂക്ക് മരയ്ക്കും, പിന്നെ ചെറുതായിട്ട് തൊണ്ട ഒന്ന് ഡ്രൈ ആവും. പക്ഷെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഇത്ര നേരം സ്കൈ ആയിരുന്നു, ഇപ്പം ഇവിടെ ഇങ്ങനൊരു ട്രക്കിംഗ് ഏരിയ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആരാ ഐഡിയ കൊണ്ടുവന്നത്? ആൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മീ. അതെ അതെ. ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാൽ ഈ ഒരു വ്യൂ ആ. നമ്മൾ ഈ നടക്കുന്ന ഏരിയ ഫുൾ അതെ. അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ മരനിരകളാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം തൊട്ട് കാണുന്നത്. ഞാനില്ല ശ്രദ്ധിച്ചില്ലായിരുന്നു, ഇന്നാ ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം മറ്റേ പൂവുള്ള ചെടിയാ. ശരി, ഈ സൈഡ് മൊത്തം അതെ. ഇവിടെ ഒന്നും വേസ്റ്റ് ഇടില്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വേസ്റ്റ് ബാസ്ക്കറ്റും ഉണ്ട്, പക്ഷെ ഇവിടെ എല്ലാം വേസ്റ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇത്രയും നല്ല സ്ഥലത്ത് എങ്ങനെയല്ലേ വേസ്റ്റ് ഇടാൻ തോന്നണേ? ആ വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടെന്ന് വേസ്റ്റ് ഇടാൻ തോന്നുന്നു. ഇല്ല, നമ്മൾ അടുത്തെത്താറായിന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഇല്ല എത്താറായിട്ടില്ല. ഇവിടുന്ന് ഇനി വളഞ്ഞു പോവാ അങ്ങോട്ട്. ഇനി കുറെ നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു പറയാ, ആ അമ്പലത്തിന്റെ വെച്ച് മീറ്റർ എഴുതി വെച്ചിട്ടില്ലേ, അത് അമ്പലമാണ്. അവിടെ ഒരു അമ്പലം ഉണ്ട് ആ ടോപ്പില്. ഓക്കെ, ഞാൻ ചോദിച്ച അമ്പലം ഏതോ ഇടയ്ക്ക് 2 തിരികെ. അല്ലല്ല, നമ്മളെവിടെ ചെല്ലണ്ടെന്ന് മനസ്സിലായോ? കാണുന്ന മല. നമ്മുടെ പുറകെ നമ്മുടെ കൂടെ വന്നവര് കുറേ പേരുണ്ടായിരുന്നു. എല്ലാരും പോയിട്ട് തിരിച്ചു വന്നു. അതെന്നുണ്ട് അവർ ഇന്ന് കുറേ സ്പോട്ടോടെ കാണാൻ പോകുന്നുണ്ടാവും. ഞങ്ങൾക്ക് ഇന്ന് മെയിൻ ലക്ഷ്യം സൺസെറ്റാ. അതെ, ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ പതുക്കെ ആസ്വദിച്ച് പോവുകയാണ്. അതുകൊണ്ടാ അവരെല്ലാം തിരിച്ചു പോവാ. അമ്മയുടെ ഒക്കെ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞ് പോയത്. സത്യം വേറെ പോയത് വേറൊന്നല്ല, അവര് വേറെ സ്ഥലത്തും പോകാൻ പ്ലാൻ ചെയ്യുമല്ലോ. അതെ,
നമ്മൾ ഒരു ദിവസം ഒരു സ്ഥലം എന്നും വേണ്ടി നിൽക്കുന്ന ആൾക്കാരാ. അതെ, ഇനിയൊരു 700 മീറ്ററോടെ നടക്കാനുണ്ട്. കുഞ്ഞിക്കിളി പറയായിരുന്നു വൈകുന്നേരം ആകുമ്പത്തേക്ക് തണുത്ത് മരിക്കുന്നു, ഇപ്പൊ തന്നെ കൈ മരിക്കുന്നുണ്ടെന്ന്. അവള് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടാ ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല. ഞാൻ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലൗസിൽ നീ 2 കൈയും കൂടെ കയറിക്കും, മറ്റേ ഗ്ലൗസ് എനിക്ക് നിൽക്കും. ഈ സൈഡേ സൈഡിൽ മൊത്തം മരവാല്ലേ, മരങ്ങളിലെല്ലാം മരമുള്ള. സൈഡിൽ കുറച്ച് മഞ്ഞുണ്ടായിരുന്നു. ആ താഴെ കാണുന്ന മലകളിലെല്ലാം ഓരോ ആൾതാമസമുള്ള ചെറിയ ചെറിയ വില്ലേജുകളാ. വില്ലേജുകളും ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് ടൗണൊക്കെ അവിടെ ഇടയിലൊക്കെ ആയിരിക്കണ്ടല്ലോ, സി ടൗണും ബാക്കിയുള്ള ഏരിയയൊക്കെ. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു, കുറച്ചുകൂടെ പോയാൽ മതി. ഇതേ ആ കാണുന്നതാണ് അമ്പലം. ഇവിടെ ഇത് റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിതേ അമ്പലത്തിൻ്റെ എൻട്രൻസിലെത്തി. 2 പേര് പതുക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം വന്നു. ഇതാണ് പൊഹലാനി ദേവി ടെമ്പിൾ. റൂഫ്ലെസ് ആയിട്ടുള്ള ടെമ്പിളാണിത്. ഡേഗുണ്ട് പീക്കിൻ്റെ എൻട്രി ടൈം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. പണ്ട് കാലത്ത് ഈ ഡേഗുണ്ട് പീക്കിലേക്ക് ആരും വരികയില്ലായിരുന്നു. കാരണം ഇതൊരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ടായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. ഇവിടെ ഭൂതവും പ്രേതങ്ങളൊക്കെ ഉണ്ടെന്നായിരുന്നു എല്ലാവരുടെയും ഒരു വിശ്വാസം. ഈ മല കാത്തുരക്ഷിക്കുന്ന ദേവിയാണ് മാതാ പൊഹലാനി ദേവി. അതുകൊണ്ട് തന്നെ ഈ അമ്പലം ഈ മലയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണുള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പേടിയായതുകൊണ്ട്, ഒരു ഭൂത എനർജി നെഗറ്റീവ് ഫീൽ ആയിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് പേടിയായതുകൊണ്ട് അവർ ഈ മാതാ പൊഹലാനി ദേവിക്ക് വേണ്ടി ഈ മൗണ്ടൈൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കിലാണ് ഈ അമ്പലം പണിതത്. ഈ അമ്പലം നിർമ്മിച്ചേക്കുന്ന ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ്, ഹിമാലയൻ ട്രഡീഷണൽ സ്റ്റൈലാണ് നിർമ്മിച്ചേക്കുന്നത്. ഈ അമ്പലം വന്നതോടെ ഇവിടുത്തെ നെഗറ്റീവ് എനർജി എല്ലാം മാറി പോസിറ്റീവ് എനർജിയായി. അതുകൊണ്ട് ഇങ്ങോട്ട് ആൾക്കാർ വരാൻ തുടങ്ങുകയും അവരുടെ ഉള്ളിലുള്ള ഭയം മാറുകയും ചെയ്തു. മാതാ പൊഹലാനി ദേവി ഈവിൾ സ്പിരിറ്റിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാരെ സംരക്ഷിക്കുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. ഡ്രസ്സല്ലേ മഞ്ഞായി, മൊത്തം മഞ്ഞായി. ഈ അമ്പലത്തിൻ്റെ ചുറ്റിനും ഇതുപോലെ മലകളാണ്. അതെ, ഇവിടെ എല്ലാം മലകളും മഞ്ഞും. ഞങ്ങളെന്തേലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വെച്ചു. കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് പിന്നെയും. അപ്പോൾ അതെ, ഞങ്ങളൊരു നൂഡിൽസും കുഞ്ഞിക്കൊരു മാഗിയുമാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം കൂടുതൽ കിട്ടുന്ന നൂഡിൽസ് തന്നെ. ഒരു സാൻഡ്വിച്ച് കൂടെ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ഞങ്ങൾ 2 ചായയും പറഞ്ഞു ഞാനും കുഞ്ഞിക്കിളി. സാൻഡ്വിച്ചിൽ എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ല, കാരണം വലിയ എക്സ്പെക്ടേഷൻ വെക്കണ്ട, ഭയങ്കര ഹാർഡാണ്. പിന്നെ ആയിരിക്കും. ഞാൻ രാവിലെ ഒരു സാൻഡ്വിച്ച് കഴിച്ചായിരുന്നു. കൊച്ചായി ഞാനിവിടെ പോയി. വെജിറ്റബിൾ ചീസ് സാൻഡ്വിച്ചാണിത്. ഇഷ്ടപ്പെട്ടില്ല ചേച്ചേ? കൊപ്പിതോ ഇവിടെ നിന്നൊക്കെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നടന്ന് താഴെ വരെ പോകണം. സൺസെറ്റ് കിട്ടിയാലോ എന്നൊരാഗ്രഹം അല്ലേ ചേ? അതെ, സൺസെറ്റ് ചിലപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കിട്ടും. ഇപ്പം 4:30 ആറായി, 5:30 ഒക്കെ ആയിരിക്കും സൺസെറ്റ് ടൈമിങ്. അപ്പം ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നോക്കിയാലും എല്ലാവരും തിരിച്ചിറങ്ങുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട്. അതിനെന്നൊരു തണുപ്പാവുന്നുണ്ട്. അതാ, തണുപ്പാവാൻ തുടങ്ങി. വേണം ഇവിടെ കുറച്ച് നേരം ഇരുന്ന് നോക്കാം. 5 മണി വരെ നോക്കാം. സൺസെറ്റ് കിട്ടാനുള്ള വഴി ഞാൻ കാണുന്നുണ്ട്. ഞാനും കാണുന്നുണ്ട്. എന്നിവിടെ ഇവിടെ ഇരിക്കാം, വാ. കുറച്ചു നേരം വെയിലുള്ള. എല്ലാവരും ഇങ്ങനെ ഒരു മലയുടെ പക്കത്തേറി ഇരിപ്പുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി. പെട്ടെന്ന് അസ്തമിക്കുക, പെട്ടെന്ന് ഇറങ്ങിപ്പോയ. അതെ, സ്കൈയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്, ഒരു മഞ്ഞക്കളൊക്കെ ആവുന്നുണ്ട്. ഇത് മൊത്തം അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാവില്ലേ? ചിലപ്പോൾ അറിയത്തില്ല. നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ നടക്കാം കേട്ടോ. മിക്കവാറപ്പോഴത്തേക്ക് ആരിലൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്നും പോയൊന്നുമില്ല. അതെ, എല്ലാവരും പോയൊന്നുമില്ല. ഇങ്ങോട്ട് ഇപ്പോൾ കയറി വരുന്ന ആൾക്കാരുണ്ടെന്നേ. 4 മണി വരെ അല്ലേ ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുണ്ട്. പതുക്കെ മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, പക്ഷേ ഉണ്ടല്ലോ, വെയിൽ കുറഞ്ഞനുസരിച്ച് തണുപ്പുണ്ട് കേട്ടോ. അതാ, നമുക്ക് താഴെ ആ മാഗി വെച്ചെടുത്ത് പോയിരുന്ന സൺസെറ്റ് ആണ്. ഇവിടെ ഹൈറ്റ് കൂടുതലാണ്ട് തണുപ്പ് ഭയങ്കരമായിട്ട് ഇതാവും. ഇതാണ് ഗോൾഡൻ അവർ. എന്ത് ഭംഗിയല്ലേ? അതെ, ചന്ദ്രൻ വന്നു, ഇപ്പുറത്ത് സൂര്യൻ മറയുന്നേ ഉള്ളൂ, മറിഞ്ഞില്ല. നല്ല ഭംഗിയല്ലേ ഇവിടെ എല്ലാം? ഒരു പിങ്ക് കളറായി. മലകളല്ല, ഒരു പിങ്ക് ഷെയ്ഡായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാൻ. താഴെ പോയാൽ സൺസെറ്റ് കിട്ടും, ഇല്ലേ സൺസെറ്റ് പോവും. അതെ, വേഗം നോക്കോ. ശരിക്കും വരച്ച് വെച്ചേക്കുന്നല്ലേ? എന്ത് രസാ. എനിക്കെന്തായാലും ഇന്ന് സൺറൈസും സൺസെറ്റും കാണാനുള്ള യോഗമുണ്ട്. എനിക്ക് സൺസെറ്റ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ 1-2 തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സൺറൈസും സൺസെറ്റും കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നമ്മൾ ഈ മലമൂല വെള്ള സൺസെറ്റ് ഭയങ്കര കിട്ടുന്നതാണോ ഒന്നും പറയില്ല. സ്ഥലം എന്നൊക്കെ പറഞ്ഞ സ്ഥലം, ഇതാണ് സ്ഥലം. എന്ത് രസാ.
നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ട മലകൾ അതല്ല, അത് ഫുള്ള് മൂടി. ഇതാണ് ഞാൻ കണ്ട ഡൽഹൌസി. എനിക്ക് ഇത്ര എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു, പക്ഷേ സൂപ്പർ സ്ഥലം. അപ്പം നല്ല സൺസെറ്റ് ഒക്കെ കിട്ടി, എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഇതേ തിരിച്ചിറങ്ങുമോ, നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. നമുക്ക് ഇറങ്ങിയേക്കാം, തണുക്കാനും തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വണ്ടിയെല്ലാം പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. എല്ലാവരും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പോയി. വൈകുന്നേരം വരുന്നവർ കുറവാണ്, രാവിലെ വരുന്നവരാണ് കൂടുതലും. കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തി. നല്ല തണുപ്പാണ്, ഗ്ലാസ്സിലെല്ലാം മഞ്ഞ് പിടിച്ചു. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.